ഹലോ വെൽക്കം ടു ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഫ്രാങ്ക്ഫർട്ടിൽ മലയാളം കുർബാന കാണാനായിട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കി ക്രിസ്റ്റഫേഴ്സ് കിർഷെ, ഞാൻ അവിടെ മാർക്ക് ചെയ്തേണ പള്ളിയിലാണ് നമ്മളൊന്ന് പോകണേ ഫ്രാങ്ക്ഫർട്ടിലുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഫ്രീഡ്ബർഗിലെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് ട്രെയിൻ 2:30-ക്കാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമുക്ക് ട്രെയിനിലൊന്നും അധികം തിരക്കൊന്നുമില്ല. സൺഡേസ് ഓൾറെഡി നമുക്ക് ട്രെയിനും ബസ്സൊക്കെ കുറവാണ്. 4 മണിക്കാണ് കുർബാനയുടെ സമയം. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെ 2-3 മലയാളീസും കൂടി ഉണ്ടായിരുന്നു ഫ്രാങ്ക്ഫർട്ടിലേക്ക് മലയാളം കുർബാനയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ പോയത്. അപ്പോൾ ഞങ്ങൾ 2 ട്രെയിൻ മാറി ഇറങ്ങിയ ശേഷം ഊബാനിലാണ് പോയത്. ഇതാണ് ഊബാൻ്റെ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇത് വേറെ ഊബാനാണ്, വേറെ ഏതോ സ്ഥലത്തേക്കുള്ളത്. അപ്പം ഞങ്ങളുടെ പള്ളിയുടെ അവിടേക്ക് പോകാനുള്ള എൻ്റെ ഊബാൻ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ദേ വരുന്ന നമ്മുടെ ഊബാൻ, നമുക്ക് കയറാം. ഇതാണ് ഊബാൻ ഇട്ട് അവിടുത്തെ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഊബാനിൽ കയറാൻ പോണേ. ട്രെയിനും ബസ്സൊക്കെ കയറിയിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ ഇത് ആദ്യത്തെ ഊബാൻ യാത്രയാണ്. ഞങ്ങൾ ഊബാൻ കയറി ഞങ്ങളുടെ പള്ളിയുടെ അവിടുത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ ബസ്സിലാണ് പോണേ. ദേ ബസ് കയറി. ബസ്സിലും സൺഡേസ് ബസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒക്കെ കുറവാണ്. കുറച്ച് നേരം നിന്നിട്ടാണ് ബസ് കിട്ടിയത്. അപ്പോൾ ദേ നമ്മൾ ബസ്സിൽ കയറി. ഇവിടുത്തെ ബസ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സീറ്റുകളുടെ അവിടെയും സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പിൽ നമുക്ക് അവിടെ അവർ നിർത്തും. അപ്പം ഞങ്ങൾ ബസ് ഇറങ്ങി. കുറച്ച് ദൂരം നടക്കാനുണ്ട് ബസ് ഇറങ്ങിയിട്ട്. ഇതാണ് നമ്മുടെ പള്ളി. ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. അങ്ങനെ നമ്മുടെ കുർബാന കഴിഞ്ഞു. കുർബാന കഴിഞ്ഞപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് എല്ലാ അമ്മമാർക്കും ഫ്ലവർ കൊടുത്തായിരുന്നു അച്ഛൻ. ഞാനും പോയി. ഇതാണ് എനിക്ക് കിട്ടിയ ഫ്ലവർ. അപ്പോൾ ഞങ്ങൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. കൂടെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ തൊട്ടടുത്ത ഹാളിൽ തന്നെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു പള്ളിയുടെ തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ജസ്റ്റ് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കിട്ടി. ഞങ്ങളത് കുടിച്ചിറങ്ങി. പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഫെർഷങ്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ ഫെർഷങ്കൻ എന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ചീത്തയായ സാധനങ്ങളൊന്നും അല്ല, നല്ല സാധനങ്ങളായിരിക്കും. അത് മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത അവർ പുറത്തെടുത്ത് വയ്ക്കും. നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോകാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ നോക്കി വെറുതെ ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു പോകുന്നു. ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ പോവാണ്. ഇതാണ് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രാങ്ക്ഫർട്ടിൽ പോവാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ.